നമുക്ക് കാസർകോട്ടേക്കൊന്ന് പോകണം. അവിടെ കുമ്പളയിൽ ഒരു പാലം അടച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. കഞ്ചിക്കട്ട കൊടിയമ്മ പാലം അടച്ചിട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികളെല്ലാം. ഈ കാലവർഷം വീണ്ടും ശക്തമായപ്പോൾ പാലം ഏത് നിമിഷവും തകർന്നു വീഴാം എന്ന ആശങ്കയിൽ തന്നെയാണുള്ളത്. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു കുമ്പള കഞ്ചിക്കട്ട ഈ പാലം അടച്ചിട്ട്. എന്നാൽ ഇവിടെ ഈ ഒരു പാലം തുറക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. കുമ്പള ടൗണിലേക്ക് ചുരുങ്ങിയ കിലോമീറ്ററാണ് ഇതുവഴി പോകാനുള്ളത്. അപ്പോൾ കിലോമീറ്ററുകളോളം താണ്ടി സർക്കാർ സ്ഥാപനങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്നത് ഈ ടൗണിലാണ്. വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ പാലത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും നിലവിലത് വലിയ രീതിയിലുള്ളൊരു ആക്റ്റീവായിട്ട് പ്രവർത്തനമില്ലാത്തൊരു രീതിയിലാണ് നിലവിലുള്ളത്. ഇത് കാലങ്ങളായിട്ട് ബസ് സർവീസ് അടക്കം പോകുന്ന കൊടിയമ്മ, ബംബ്രാണ, പൂക്കട്ട എന്നെല്ലാം പറയുന്ന ഒരുപാട് 2000-ഓളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കുമ്പള ടൗണിലേക്ക് എത്താൻ വേണ്ടി ഇത് അടച്ചിടുമ്പോൾ പറഞ്ഞത് ഇത് ഫിറ്റല്ല, അൺഫിറ്റ് ആയതുകൊണ്ട് ഇത് പിന്നെ അടച്ചിടുന്നുണ്ട്. പിന്നെ അതിന് വേണ്ട പുതിയ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ വിപുലമായ രീതിയിൽ വരും. പക്ഷെ അടച്ചിട്ട് ഇത് അൺഫിറ്റല്ല എന്ന് പറഞ്ഞ് എത്ര ഉത്സാഹത്തോടു കൂടി അടച്ചിട്ടിട്ടുണ്ടോ, പക്ഷെ അത് തുറന്നു തരാൻ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം നിറവേറ്റാനുള്ള ഉത്സാഹം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. ഇവിടെ പിന്നെ നവാഡിൻ്റെ ഫണ്ടിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്ഥല സൗകര്യം എടുക്കാൻ വേണ്ടി പാലം നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് വരെ ഫണ്ട് കളക്ഷൻ ചെയ്ത് ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. ഫണ്ട് ശേഖരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മുടക്കുന്നതാണ് കാണുന്നത്. അതിനൊരു മാറ്റം ഇവിടുത്തെ അധികാരികൾ കൊണ്ടുവരണം. നാട്ടുകാരുടെ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം അവർ പെട്ടെന്ന് ഒരു ആശുപത്രി കേസൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് 5-6 കിലോമീറ്റർ ദൂരങ്ങൾ താണ്ടി വേണം അത്തരത്തിൽ ആശുപത്രികളിലേക്ക് എത്താൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ പ്രയാസമായ ഒരു കാര്യം നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതാണ്. എന്നാലും ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ വലിയ വലിയ ആളുകളടക്കം ഈ ഒരു ഭാഗത്തുകൂടെ പോകുന്നുണ്ട്. എന്നാൽ തന്നെയും അത്തരത്തിലൊരു സുരക്ഷിതമായ ഒരു പാലം ഇവർക്ക് വേണമെന്നുള്ള ആവശ്യമാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കം പറയുന്നതും. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.